ഒന്നൂടെ വിളിച്ചേ. വരുണേട്ടാ. കേട്ടോ വരുൺ ചേട്ടാ പറഞ്ഞത്? മിഷിയേട്ടാ. വരുൺ ചേട്ടാ എന്ന് വിളിക്കുമ്പോ ഒരു സുഖമില്ല, അതാ ഞാൻ വരുണേട്ടാ എന്നാക്കിയത്. ആരാ എന്നെ വിളിക്കുന്നേ? ആ ഐഡിയക്കാരൻ. പ്രൊമോഷൻ ഉണ്ട് വരുണേട്ടാ, കേട്ടില്ലേ? ഇറ്റാച്ചിയൊക്കെ മാറി ഇപ്പൊ വരുണേട്ടനായി. മിഷിയേട്ടാ. അയ്യോ ലില്ലിയെ വേണ്ട, ലില്ലിയെ എന്താ? വേണ്ട, സത്യം. എന്താ? ഇതിലും നല്ലത് ഞാൻ വല്ല സവാള എടുത്തിരിക്കുന്നതാ. മിഷിയേട്ടാ. പോയോ എന്റെ മുഷിയേട്ടൻ? പോയോ? എല്ലാരും പോയോ? അപ്പൊ അതാ ഉണ്ടായത്. മറ്റേ ഫോട്ടോ വെക്കട്ടെ. എന്നെ എന്റെ ലില്ലാഹി മോള് കുളിപ്പിക്കും. അതെ, പറ മോളെ. ഏട്ടൻ വണ്ടിയിലാണ്, റേഞ്ച് കുറവാ. അതെയോ? ലില്ലിക്കുട്ടി ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണു, ഇനി രണ്ടിലൊന്ന് അറിയാതെ വീഴണോ കാവ്യമോളേ? അയ്യോ എന്താ വാവേ, എന്താ ഏട്ടൻ ഇവിടെ മാവേ, ഉണ്ട്. അതെയോ മിഷിയേട്ടാ? തമ്പുരാനെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഉണ്ട്. നമ്മുടെ ലൈവില് നമ്മള് മാത്രമേ ഉള്ളൂ, നോക്ക്. അതെ, പക്ഷെ ഒരാളുണ്ട്, അത് ആരാന്നറിയില്ല. പക്ഷെ ഒരാൾ ഇതെല്ലാം കണ്ട് രസിക്കുന്നുണ്ട്, അത് ആരാണെന്ന് എനിക്കറിയാത്തെ. അതാരാ? ബ്ലിങ്കു ആണോ? ബ്ലിങ്കു അവിടെ വാച്ചിങ് ഇരിക്കാന്നാ പറഞ്ഞ. ആ ബ്ലിങ്കി മുകളിലിരിക്കാന്ന് പറഞ്ഞിരുന്നു. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും നീ തനിയെ പോകുമ്പോൾ എന്നെ എന്റെ ലില്ലാഹി മോള് കുളിപ്പിക്കും. അതെ, ഞാൻ എന്റെ മിഷിയേട്ടെ ഞാൻ കുളിപ്പിക്കും. ഈ പിക്ക് എന്നെ കൊള്ളാമെന്ന് പറ എന്നെ അളിയ. ഞാൻ പറഞ്ഞ ചിലപ്പോ ചേഞ്ച് ആക്കും. ഏയ് ഞാൻ ചേഞ്ച് ആക്കത്തൊന്നുമില്ല. എന്നെ എന്റെ എന്റെ ലില്ലാഹി ലില്ലാഹി മോള് മോള് കുളിപ്പിക്കും. കുളിപ്പിക്കും. ഇതന്നെയല്ലേ പറയുന്നത്? ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈകിളി, എന്റെ ബാലകുമാരനെ ബാലകുമാരൻ പാടടി. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോ മണിച്ചക്കയാ, എന്റെ മാറിക്കോറിപ്പം രാജപ്പൂ മുത്തായി പോയടി. മുട്ടായി അല്ല, മുത്തായി എന്നാണ്, മാറിപ്പോയി. ഏട്ടായി ഒരു കോഫി, ഏട്ടായിക്ക് ഒരു കോഫി. മിഷിയേട്ടായിക്ക് കോഫിയോ? പിന്നെന്താ വേണ്ടേ? വേറെന്താ വേണോ മിഷിയേട്ടാ? ഇപ്പൊ പറ, മാവ് ഉണ്ടാക്കി തരാവേ മിഷിയേട്ടായിക്ക്. താമര ഒരു രംഗം. കണ്ണനുറങ്ങീണം. കുളിപ്പിക്കുന്ന ഒരു രംഗം പോ. താമര കണ്ണനുറങ്ങി. നിങ്ങൾ അതൊന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളെല്ലാം അത് മിഷിയേട്ടൻ അയക്കുന്ന നിങ്ങള് വായിക്കണ്ട കേട്ടോ, ഞാൻ വായിച്ചോളാവേ. ഏ നമുക്ക് ഇതൊന്നും വേണ്ട കാവ്യമോളെ പറയുന്നുണ്ട്. വരണേട്ടോ, വരണേട്ടാ. നോ നോ. എടത് എങ്ങനെയാടാ ലൈക്ക് മാത്രം കേറി പോകണ്ടല്ലോ, ഇവരൊന്നും താഴെ വരുന്നില്ലല്ലോ. അതെ, ലൈക്ക് പകലൊളി 9 മായുന്നു. മ്യൂസിക് ഇട്ടതാ, പാട്. നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി ചേച്ചി നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി ഒരു സൈഡിൽ ഇരുന്ന് ഉമ്മ വെച്ച് കേൾക്കുമായിരുന്നു, കളിക്കുമായിരുന്നു. ഓഹോ ഹോ. രുദ്രൻ ചേട്ടാ, അവൾ ഡാൻസ് പ്രാക്ടീസിന് പോയേക്കാം. മുകളില് ബ്ലിങ്കി ഉണ്ടാവും. ബ്ലിങ്കിയെ ഒന്ന് താഴെ വീഴും, നിനക്കുള്ള ഏട്ടായി എത്തിയിട്ടുണ്ട്. ദേവ് ചൂടുണ്ട്. ആ കവിളത്തൊരു കുത്ത് കാണുന്നുണ്ടോ? ആര് പറഞ്ഞു മ്യാവ്? ആര്യോ? എന്തോ? ആ കവിളത്തൊരു കുത്ത് കാണുന്നുണ്ടോ? കണ്ട്. ബൂട്ടി സ്പോട്ട് ആണോ അതോ